നിനക്ക് എന്തെങ്കിലും സമ്മാനം നൽകാൻ കഴിയുമെങ്കിൽ സ്നേഹവും ചിരിയും ശാന്തമായ ഹൃദയവും ഒരു പ്രത്യേക സ്വപ്നവും എന്നേക്കുമായി സന്തോഷവും ഞാൻ നിനക്ക് നൽകും. സമ്മാനം കൊടുക്കുന്നതിലാണോ ഇഷ്ടം, ലഭിക്കുന്നതിലാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? സമ്മാനം ലഭിക്കുന്നതിനേക്കാൾ സമ്മാനം കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ കൊടുക്കുന്നത് കേവലം ഒരു ചെറിയ പൂവാണെങ്കിലും അത് സ്നേഹത്തോടെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത്. സമ്മാനത്തിൻ്റെ വലിയ വലിപ്പമൊന്നുമല്ല ഒരാൾക്ക് തങ്ങളുള്ള സ്നേഹത്തിൻ്റെ അളവുകോൽ. കളങ്കമില്ലാത്ത ചിരിയും പ്രസന്നമായ മുഖഭാവവും മാത്രം മതിയാവും വില കൂടിയ ഒരു സമ്മാനത്തിന് പകരം വയ്ക്കാൻ. സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവരാണ്. നമുക്ക് അവരോടുള്ള പ്രിയം പോലെ തിരിച്ച് അവരുടെ ഇഷ്ടവും പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. അവർ നമ്മളുടെ അപ്രിയം കാട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് കേൾക്കാനുമുള്ള ഭാഗ്യം അപൂർവം പേർക്കേ ഉണ്ടാവുകയുള്ളൂ. നല്ല വാക്കുകൾ പറയുമ്പോൾ വ്യസനിച്ചിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ സന്തോഷമുണ്ടാവും. സാത്വിക മനസ്സുള്ളവർ മറ്റുള്ളവരോട് എത്ര കരുണയോടെയാണ് പെരുമാറുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? അവരുടെ സുഖത്തിൽ സന്തോഷിക്കുകയും അവരുടെ ദുഃഖത്തിൽ സ്വയം സങ്കടപ്പെടുകയും ചെയ്യും. ഇത്തരക്കാർക്ക് മനസ്സുകൊണ്ട് മറ്റുള്ളവരെ ആശംസിക്കുന്നത് അവരിപ്രകാരമായിരിക്കും: നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തരാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് സ്നേഹവും ചിരിയും ശാന്തമായ ഹൃദയവും ഒരു വിശിഷ്ട സ്വപ്നവും ശാശ്വതമായ സന്തോഷവുമായിരിക്കും. ശുഭദിനം.